അയാൾ അങ്ങനെ സേറനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു അഡ്വക്കേറ്റുമായിട്ട് ഈ ചന്ദ്രശേഖരൻ അങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ അഡ്വക്കേറ്റ് ഇങ്ങനെ പറയുന്നുണ്ട്, സേറനെ ഇപ്പോൾ റിലീസാക്കിയത് നന്നായി, അല്ലെങ്കിൽ റിമാൻഡ് ഇനിയും നീട്ടിയിരുന്നെങ്കിൽ ഇനിയും ജയിലിൽ കിടക്കേണ്ടി വന്നിരുന്നേനെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരന് ഈ അഡ്വക്കേറ്റിനോട് പറയുന്നുണ്ട്, സാർ ഒരു നിമിഷം പോലും ഒരു ദിവസം പോലും അവിടെ ജയിലിൽ കിടക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ സമയത്താണ് ആ സേറ ആ ജയിലിൽ നിന്ന് അങ്ങ് ഇറങ്ങി അങ്ങ് വരുന്നത്. അപ്പോൾ ഇവരിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അതാ സാറ മാഡം വരുന്നുണ്ട് എന്നൊക്കെ ഈ അഡ്വക്കേറ്റ് ഇങ്ങനെ ചന്ദ്രശേഖരനോട് അങ്ങ് പറയാണ്. അപ്പോൾ ഈ സാറ് നേരെ വന്നിട്ട് ഈ ചന്ദ്രശേഖരനോടും അഡ്വക്കേറ്റിനോടും കൂടിയിട്ട് അങ്ങനെ സംസാരിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് സുഖമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് അവരിങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് പിന്നെ സുഖമാണോ അല്ലേ എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. സാറ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ജയിലിൻ്റെ അകം കാണുന്നത്. വളരെ നന്നായിട്ടുണ്ട്, കൊള്ളാം. പക്ഷേ എന്നെ ഈ ജയിലിന് അകത്ത് ആക്കിയവന്മാരെ ഞാൻ എന്തായാലും വെറുതെ വിടില്ല എന്നൊക്കെയാണ് ഇനി സാറ അങ്ങ് പറയാൻ പോകുന്നത്. അല്ല എൻ്റെ മക്കൾക്കൊക്കെ സുഖമാണോ എന്നൊക്കെ ഈ അഡ്വക്കേറ്റിനോട് ഈ സാർ അങ്ങ് ചോദിക്കുന്ന സമയത്ത് ഈ അഡ്വക്കേറ്റ് ഇങ്ങനെ പറയുന്നുണ്ട്, മാഡം എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സാറ പറയുന്നുണ്ട്, എൻ്റെ മക്കളെ ആ വരുണും രാധികയും അവർ രണ്ടുപേരുമാണ് എന്നെ ഈ ജയിലിനകത്തേക്ക് തള്ളിവിട്ടത്. അവരാണ് എന്നെ ഈ ജയിലിൻ്റെ അകം കാണിച്ചത്. അതുകൊണ്ട് അവരോട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള സ്നേഹമാണ്. അവരെ ഇനി ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അവരെൻ്റെ ജീവിതത്തിൽ 3 കാര്യങ്ങളാണ് ചെയ്തത്. ഒന്ന് എന്ന് പറയുന്നത്, ഈ ചോദ്യക്കൂട്ടിൽ, ഈ കോടതിയുടെ ചോദ്യക്കൂട്ടിൽ അവരെന്നെ നിർത്തി. രണ്ടാമത്തെ കാര്യം, അവർ ഈ കൊള്ളക്കാരും ഈ കള്ളന്മാരും മാത്രം താമസിക്കുന്ന ഈ ജയിലിനകത്ത് എന്നെയും കൂടെ താമസിപ്പിച്ചു. മൂന്നാമത്തെ കാര്യം അവർ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ പേരിന് കളങ്കം വരുത്തി. ഈ ഒരു 3 കാര്യങ്ങൾ മതി അവരെ ഇനി അങ്ങ് തീർത്ത് കളയാൻ എന്നൊക്കെ ഇങ്ങനെ ഈ സാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ ഈ സാറിനോട് പറയുന്നുണ്ട്, എങ്ങനെയാണ് ഇനി അവർക്കെതിരെ ചെയ്യേണ്ടത്, അവരെ എങ്ങനെയാണ് തീർക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ എന്തായാലും തീർത്തിട്ട് വരാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ സാറ പറയുന്നുണ്ട്, അത് വലിയ ആത്മാർത്ഥതയുള്ളൊരു ചോദ്യം അല്ലല്ലോ ചന്ദ്രശേഖരന്. നിനക്ക് നല്ല ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ ജയിലിനകത്ത് കിടക്കുന്ന സമയത്ത് തന്നെ നീ അവർക്കെതിരെ തീർത്തിട്ട് ആ ഒരു വാർത്ത നീ എന്നോട് ജയിലിൽ വന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് സാറയുടെ ഈ റിമാൻഡിനെ ബാധിക്കും. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇനി വന്നാൽ നിനക്ക് ജാമ്യം പോലും കിട്ടില്ല എന്ന് അഡ്വക്കേറ്റാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ചെയ്യാതെ നിൻ്റെ ഈ ജാമ്യത്തിന് വേണ്ടി കാത്തിരുന്നത് എന്നുള്ള കാര്യം അങ്ങ് പറയണം. അപ്പോൾ ഈ അഡ്വക്കേറ്റും കൂടിയിട്ട് ഇങ്ങനെ സാറിനോട് പറയുന്നുണ്ട്, അത് ശരിയാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ പിന്നെ എനിക്ക് ജാമ്യം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാനാണ് അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറയണം. അപ്പോൾ ഈ സാറ് പറയുന്നുണ്ട്, ഇനി എൻ്റെ മക്കളെന്ന് പറയുന്നത് ഞാനൊന്ന് സ്നേഹിക്കട്ടെ, ഞാനിങ്ങനെ പതുക്കെ പതുക്കെ അവരെ സ്നേഹിച്ച് സ്നേഹിച്ച് ഞാൻ അവരെ കൊല്ലും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇനി അതിനുള്ള കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരന് പറയുന്നുണ്ട്, അവരെ തീർക്കാനുള്ള പ്ലാനൊക്കെ ഇനി എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ആറ്റുവാശ്ശേരിയിലാണെങ്കിൽ നമ്മുടെ ജയഭാരതി മുത്തശ്ശിയും അതുപോലെ യശോദാമ്മയും പിന്നെ അവരുടെ ആ ജോലിക്കാരിയായിട്ടുള്ള 2 ചേച്ചിമാരും എല്ലാവരും ഇങ്ങനെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ രാധികനെയും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ രാധികനോട് എന്താണ് ഇത്രയും നേരം വരാത്തത് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവരങ്ങനെ കാത്തു നിൽക്കുന്നത്. അപ്പോൾ ഈ ജയഭാരതി മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് യശോദനോട്, മോളിപ്പം ഇറങ്ങി എന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ യശോദാമ്മ പറയുന്നുണ്ട്, ആ അവൾക്ക് ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ അവൾ അവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്, അതാ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവൾ ഇപ്പോൾ ഇവിടെ എത്തും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ആ ചേച്ചിമാർ പറയുന്നുണ്ട്, അല്ല ഓർഡർ വല്ലതും കിട്ടിയോന്നൊക്കെ ചോദിച്ചു നോക്കി അവളോട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ യശോദാമ്മൻ പറയുന്നുണ്ട്, ഓർഡർ വല്ലതും കിട്ടിയോന്ന് ഞാൻ ചോദിച്ചിട്ടില്ല, കാരണം അപ്പോൾ ഞാൻ വിളിച്ച സമയത്ത് അവർ ആ ഹോസ്പിറ്റലിൽ അവരോട് കൂടെ നിൽക്കുകയാണ് എന്നാണ് അവൾ പറഞ്ഞത്, അതുകൊണ്ട് അതൊന്നും ചോദിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല, എന്തായാലും ആളിപ്പോൾ വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവളെയും കാത്തിരിക്കുകയാണ്. ആ സമയത്തുണ്ടാകും രാധിക അങ്ങനെ വരുന്നത്. അപ്പോൾ അതാ അവൾ വരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളെ നോക്കി എല്ലാവരും അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ രാധിക അവിടെ അടുത്തെത്തിയ സമയത്ത് ഇവരൊക്കെ ഇങ്ങനെ വിശേഷമൊക്കെ ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, അമ്മേ എന്തായാലും ആ അമ്മയുടെ കാര്യത്തിൽ നല്ലൊരു കാര്യം തന്നെ നടന്നത്. ആ ഹോസ്പിറ്റലിൽ ഒരു ആശ്രമം ഉണ്ടായിരുന്നു. ഒരു ആശ്രമമൊക്കെ നോക്കി നടത്തുന്ന അനാഥകളായിട്ടുള്ള ആളുകളെയും എല്ലാവരും ഉപേക്ഷിച്ച ആളുകളെയൊക്കെ നോക്കുന്ന ഒരു ആശ്രമത്തിലുള്ള ഒരാളൊക്കെ വന്നിരുന്നു. അയാളുടെ പേര് ശങ്കർജി എന്നാണ്. അയാളെ ഏറ്റെടുത്തിട്ടുണ്ട് ആ അമ്മനെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ പറയുന്നുണ്ട്, അതെന്തായാലും നല്ല കാര്യം തന്നെയാണ്, അവർക്ക് അങ്ങനെയെങ്കിലും ഒന്ന് സംഭവിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, ഒരുപാട് ജീവിതം മുഴുവനും കഷ്ടപ്പെട്ട് മക്കൾക്ക് വേണ്ടി ചിലവഴിച്ചൊരു സ്ത്രീയാണ് അവർ. പക്ഷേ അവരുടെ അവസാന നാളുകൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു അവസ്ഥയിലായല്ലോ. അവസാനം അനാഥാലയത്തിൽ തന്നെ നിന്നെത്തി. എന്തൊക്കെ പേരിട്ട് വിളിച്ചാലും അതൊരു അനാഥാലയം തന്നെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ഈ ജയഭാരതി മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തായാലും നല്ല കാര്യം തന്നെയാണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ യശോദാമ്മ ഇവളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല പോകാൻ നേരത്തെ അവർ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ രാധിക
പറയുന്നുണ്ട്. അത് പിന്നെ അവസാനം അവരെന്നെ നന്നായിട്ട് കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. എന്നിട്ട് ഇടയ്ക്ക് അങ്ങോട്ട് വരണമെന്നും വിളിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവരിങ്ങനെ പറയുന്നുണ്ട് അവസാന നേരത്ത് അവരെ ഒന്ന് അന്വേഷിക്കാൻ ഒരാളെങ്കിലും ഉണ്ടായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആണ് ഇപ്പോൾ അവർ അങ്ങനെ പോയത്. ഞാനെന്തായാലും അവർക്ക് വിളിക്കാമെന്നോ അങ്ങോട്ട് ചെല്ലാമെന്നൊക്കെ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ യശോദമ്മ പറയുന്നുണ്ട് അതെന്തായാലും നല്ല കാര്യമായി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ചേച്ചിമാരൊക്കെ ഇങ്ങനെ രാധികനോട് ചോദിക്കുന്നുണ്ട് അല്ല മോളെ ഓർഡർ എന്തെങ്കിലുമൊക്കെ ആയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ്. അപ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ട് അത് ഓർഡർ ഒന്നും കിട്ടിയിട്ടില്ല, അല്ലെങ്കിലും ഒരു പേരിന് ഒരു കളങ്കം വന്നാൽ അത് മാറ്റിയെടുക്കണമെങ്കിൽ കുറച്ച് സമയം പിടിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ നിരാശയിൽ നിൽക്കുന്ന സമയത്തായിരിക്കും ഇവൾക്കൊരു കോൾ അങ്ങ് വരുന്നത്. അപ്പോൾ ഇവൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഒരാളാണ്. അതൊരു ഗുണ്ട നമ്മുടെ ഈ സേറയും ചന്ദ്രശേഖരനും ഏർപ്പെടുത്തിയിട്ടുള്ള ഒരാൾ അങ്ങനെ ശബ്ദം മാറ്റിയിട്ട് അങ്ങ് ഇവൾക്ക് വിളിക്കുകയാണ്. അപ്പോൾ ഇവളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അല്ല ഇത് രാധികയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഇവളിങ്ങനെ പറയുന്നുണ്ട് അതേ രാധികയാണ്, ഇതാരാണ് എന്നൊക്കെ ഇങ്ങനെ തിരിച്ചു അങ്ങ് ചോദിക്കുകയാണ്. ആ സമയത്ത് ഈ ഗുണ്ട അങ്ങനെ പറയുന്നുണ്ട് ഞാനേ എൻ്റെ പേര് രാമു എന്നാണ്. നിങ്ങൾക്ക് ഇപ്പോൾ അടുത്തൊരു കേസൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എന്തായി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട് അത് കേസൊക്കെ ക്ലോസ് ചെയ്ത് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്നൊക്കെ മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പറയണം. ഇപ്പോൾ ആ കേസൊക്കെ കഴിഞ്ഞു എന്നൊക്കെ രാധിക ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് അത് ശരി, ഞാൻ അങ്ങനെ ഒരു വാർത്ത കേട്ടിരുന്നു, അതുകൊണ്ടാണ് ചോദിച്ചത്. പിന്നെ ഞാനൊരു ഓർഡർ തരാൻ വേണ്ടി വിളിച്ചതാണ് എന്നുള്ള കാര്യം അങ്ങ് പറയാണ്. അപ്പോൾ രാധികയ്ക്ക് ചെറുതായിട്ടൊരു സന്തോഷം വരികയാണ്. ഒരൊറ്റ ഓർഡറും കിട്ടാതെ നിരാശനായി നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കോൾ അവൾക്ക് അങ്ങ് വരുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ടൊരു എക്സൈറ്റ്മെൻറ്റ് ആവുകയാണ്. അപ്പോൾ സർ അഡ്രസ്സും ഡീറ്റെയിൽസൊക്കെ ഒന്ന് പറഞ്ഞോളൂ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് 100 പേർക്കുള്ള ഫുഡാണ് എനിക്ക് ഉണ്ടാക്കേണ്ടത്, ഞങ്ങൾക്കൊരു കല്യാണ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡാണ്. പിന്നെ കല്യാണത്തിന് ഇനി ഒരു 4-5 ദിവസമേ ഉള്ളൂ. നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നാൽ മതി, അവിടെ വിളമ്പാനും കാര്യത്തിനൊക്കെ അവിടെ ആളുകളുണ്ടാകും, നിങ്ങൾ ഒറ്റയ്ക്ക് വന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ രാധിക ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടി സാറിനെ ഒന്ന് കാണണമായിരുന്നു, സാറിനൊന്ന് ലൊക്കേഷൻ വിടുക എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇയാളിങ്ങനെ പറയുന്നുണ്ട് ഓക്കെ ലൊക്കേഷൻ എന്തായാലും ഞാൻ വാട്സപ്പിലാക്കി അങ്ങ് സെൻഡ് ചെയ്ത് തരാം, നീ എന്തായാലും ഇപ്പോൾ അങ്ങോട്ട് വരുമോ, കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് തന്നെ വരണം കേട്ടോ, എനിക്ക് ടൈമില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ രാധിക പറയുന്നുണ്ട് അത് കുഴപ്പമില്ല, ഞങ്ങൾ എന്തായാലും പെട്ടെന്ന് തന്നെ വരാം, സാറ് ലൊക്കേഷൻ ഒന്ന് അയച്ചു തന്നോളൂ എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ശരി ഞാൻ ലൊക്കേഷൻ അയക്കുക, എന്നിട്ട് നേരിട്ട് കണ്ടിട്ട് ഡീറ്റെയിൽസൊക്കെ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് അയാളങ്ങ് കോൾ കട്ട് ചെയ്തിട്ട് അവൾക്ക് ലൊക്കേഷൻ അങ്ങ് അയച്ചു കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് രാധികനോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവൾ പറയുന്നുണ്ട് അത് അമ്മേ വലിയൊരു ഓർഡറാണ് കിട്ടിയിട്ടുള്ളത്, 100 പേർക്കുള്ള സദ്യ വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഇവർ ഭയങ്കര എക്സൈറ്റഡ് ആവണം, 100 പേർക്കുള്ള സദ്യ എന്തായാലും ഭാഗ്യം തന്നെയാണ് നമുക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട് അയാൾ എന്തായാലും ലൊക്കേഷൻ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അങ്ങോട്ടൊന്ന് ചെന്ന് നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇതേ സമയത്ത് ഇയാൾ നേരെ പോയിട്ട് ഈ സാറിനോടും ചന്ദ്രശേഖരും അവിടെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അവരാൾ അങ്ങ് പറയുന്നുണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവർ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തും എന്നാണ് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഈ ചന്ദ്രശേഖരനും ഈ സാറേയും കൂടിയിട്ട് ഇയാളോട് പറയുന്നുണ്ട് നീ ഇപ്പോൾ ചെന്നോ, ഞങ്ങളെന്തായാലും പിന്നാലെ വരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ അയാളെ അങ്ങ് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഈ ചന്ദ്രശേഖരന് ഈ സാറിനോട് പറയുന്നുണ്ട് രാധിക ഇപ്പോൾ ഇങ്ങോട്ട് വരികയാണ്, അപ്പോൾ അവളെ ഏത് രീതിയിലാണ് കൊല്ലേണ്ടത്, നിൻ്റെ ഈ ആത്മാഭിമാനത്തിന് ഏറ്റത് മാറണമെങ്കിൽ എങ്ങനെയാണ് അവളെ കൊല്ലേണ്ടത് എന്നുള്ള രീതി മാത്രം പറഞ്ഞു തന്നാൽ മതി, അവളെ തീർക്കുക എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ സാറ പറയുന്നുണ്ട് അവളെ അങ്ങ് കൊല്ലുക എന്ന് പറഞ്ഞത് ഈ വരുണിനെതിരെ ഫൈറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും നല്ലത് അവളെ അങ്ങ് തീർക്കുകയാണ്. പിന്നെ അവളെന്ന് പറഞ്ഞത് അവളെ തീർത്ത് കഴിഞ്ഞാൽ വരുണിനെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരനും കൂടിയിട്ട് അങ്ങ് പറയുന്നുണ്ട് അവളെ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന് അവൻ്റെ മാനസിക നിലയൊക്കെ ഒരുപാട് പ്രശ്നത്തിലായിരിക്കും, പിന്നെ അതിൽ നിന്ന് അവനെ റീകവർ ചെയ്ത് തരാനെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇതിലേന് ഏറ്റവും നല്ലത് അവളെ അങ്ങ് തീർക്കുന്നത് തന്നെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ സാറെ ഈ ഒരു ഗുണ്ടനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അയാൾ പോകുന്നത്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അല്ല നീ എന്താ അയാളെങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവളിങ്ങനെ പറയാണ് അല്ല ഇയാൾ പാവാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട് പാവമൊന്നുമല്ല, പക്ഷെ അവന് നല്ല രീതിയിൽ പാവമായിട്ട് അഭിനയിക്കാൻ കഴിയും, അവന് എന്ത് കാര്യം പറഞ്ഞാലും അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അങ്ങ് ചെയ്ത് തീർക്കാൻ കഴിയും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സാറ് പറയുന്നുണ്ട് അവനിനി ചതിക്കുമോ, ഇതുപോലെയുള്ളമാർക്കൊക്കെ ചതിക്കാൻ വളരെ എളുപ്പമായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചതി ഇവൻ ചെയ്യുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്
അങ്ങനെ ഒന്നും ചെയ്യില്ല, അവൻ ചതിക്കൊന്നുമില്ല എന്നുള്ള കാര്യമൊക്കെ പറയാണ്. അപ്പോൾ സേറ പറയുന്നുണ്ട്, അങ്ങനെ എങ്ങാനും ചതിച്ചാൽ വിട്ട് നിറുക്കി അങ്ങനെ ഈ തെരുവിൽ അങ്ങ് പട്ടികൾക്ക് തിന്നാൻ കൊടുക്കണം എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരന് ഇവൾ ഇത്രയും പകയിൽ സംസാരിക്കുന്നത് എന്താണെന്നൊക്കെ വിചാരിച്ചിട്ട് ഈ സേറിനോട് ചോദിക്കുന്നുണ്ട്, സേറ നീ എന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ സേറ പറയുന്നുണ്ട്, ചന്ദ്രശേഖർ ജയിലിനകത്ത് കിടന്നപ്പോൾ എൻ്റെ മനസ്സ് കുറച്ചുകൂടി അങ്ങ് ഉറച്ചു പോയി, ഇനി എത്ര പക വീട്ടാനും എൻ്റെ മനസ്സ് അങ്ങ് പാകപ്പെട്ട് നിൽക്കുകയാണ് എന്നുള്ള കാര്യം അങ്ങ് പറയാണ്. ഇനി ആ രാധിക ജീവനോടെ ഇവിടെ നിൽക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സേറ പറയുന്നുണ്ട്, മിക്കവാറും അവൾ എന്തായാലും ഒറ്റക്കായിരിക്കും വരുന്നത്. ഇനി അഥവാ അവളെ സഹായത്തിനായിട്ടുള്ള ചേച്ചിമാരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂടെ അങ്ങ് തീർക്കുക. കാരണം അവർക്ക് അവളുടെ ആത്മാവിൻ്റെ കൂടെ മറ്റൊരു കൂട്ടുകാരിയെങ്കിലും ഉണ്ടായിക്കോട്ടെ, അവളുടെ രണ്ടുപേരും ആത്മാക്കളും ഇനി അവിടെ നിന്ന് അങ്ങ് പോകുമോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഇനി കൊല്ലും, കൂടെ ആരാ ഉള്ളത് അവരെയും കൂടി അങ്ങ് തീർക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങ് നിൽക്കുകയാണ്. അങ്ങനെ ആറ്റുവാശ്ശേരിയിലാണെങ്കിൽ നമ്മുടെ രാധിക അങ്ങനെ ഈ പൂജാമുറിയിൽ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കണേ, ഒരു പ്രശ്നങ്ങളും ഉണ്ടാവരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങ് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ കൂടെ തന്നെ നമ്മുടെ ജയഭാരതി മുത്തശ്ശിയുണ്ട്, അതുപോലെ തന്നെ യശോദയുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ നമ്മളതിന് എന്തിനാണ് പേടിക്കുന്നത്, നമ്മുടെ നന്മയുടെ വഴിക്കല്ലാതെ നമ്മൾ ഒടുക്കും സഞ്ചരിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് യാതൊരു പ്രശ്നവും നമുക്കുണ്ടാവില്ല, അതുകൊണ്ട് ആ കാര്യമൊന്നും നമുക്ക് പേടിക്കാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പൂജാമുറിയിൽ നിന്ന് പോകാൻ നേർക്ക് അവൾ കൊളുത്തിയിരുന്ന ആ വിളക്ക് അങ്ങ് അണഞ്ഞു പോവാണ്. അതെന്തായാലും നമ്മുടെ യശോദാമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ യശോദാമ്മ പറയുന്നുണ്ട്, അയ്യോ ഈ വിളക്ക് കെട്ടുപോയല്ലോ, അതിനർത്ഥം എന്തൊരു പ്രശ്നം വരാനുണ്ട് എന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ജയഭാരതി മുത്തശ്ശി അത് നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അത് ശരിയാണല്ലോ, ഈ വിളക്ക് കെട്ടുപോയി, അതുകൊണ്ട് രാധിക മോളെ എന്തൊരു പ്രശ്നം ഉണ്ടെന്നാണ് തോന്നുന്നത്, മോൾ ഒറ്റയ്ക്ക് എന്തായാലും ഇപ്പോൾ ഈ യാത്രക്ക് പോകണ്ട എന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശി എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്, ഈ കാര്യത്തിലൊക്കെ ഇങ്ങനെ വിളക്കണഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതൊരു ദുശകുനാണ് എന്നൊക്കെ പറഞ്ഞ് പോകാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഇവർ രണ്ടുപേരും സമ്മതിക്കുന്നില്ല, അങ്ങനെ നീ പോകണ്ട, നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞങ്ങളും കൂടി വരാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, നിങ്ങൾ രണ്ടുപേരും വരണ്ട, ഞാൻ തന്നെ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ ഇവർ സമ്മതിക്കുന്നേ ഇല്ല. അപ്പോൾ രാധികയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന വാശിയിലാണ്. അങ്ങനെ ഇവൾ വീടിനകത്ത് നിന്ന് പുറത്തേക്ക് അങ്ങ് ഇറങ്ങുകയാണ്, ഞാൻ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും പിന്നാലെ തന്നെ ഉണ്ട്, അങ്ങനെ പോകണ്ട, എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്. ആ സമയത്താണ് വരുൺ അങ്ങ് വരുന്നത്. ആ വരുൺ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ഇവിടെ പ്രശ്നമുണ്ടല്ലോ, എന്താ ഇവിടെ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദ്യം ചെയ്യാണ് ഇവന്. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ വരുണേ ഞാനൊരു കാര്യം പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രാധിക നടന്ന സംഭവങ്ങളൊക്കെ പറയാണ്. ഇങ്ങനെ ഒരാൾ വിളിച്ച് ഓർഡർ തന്നതും അങ്ങനെ പൂജാമുറിയിൽ പോയി പ്രാർത്ഥിച്ച സമയത്ത് ആ വിളക്ക് അണഞ്ഞു പോയതൊക്കെ ഇങ്ങനെ പറയാണ്. അതിനുശേഷം ഇവർ കാണിക്കുന്ന ഈ വാശിയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ വരുണ് പറയുന്നുണ്ട്, അപ്പോൾ അതാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രശ്നം, അതുകൊണ്ട് ഇവളെ ഒറ്റയ്ക്ക് ഇവിടുന്ന് വിടാൻ പാടില്ല, അതുകൊണ്ട് നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ഇവളെ ഞാനും കൂടിയിട്ട് കൊണ്ടങ്ങ് പോയിക്കോളാം, ഇവിടെ കൂടെ ഞാനും പോയിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ വരുണിനോട് രാധിക പറയുന്നുണ്ട്, വരുൺ എന്തിനൊക്കെ വരുന്നത്, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്നൊക്കെ പറയാണ്. ആ വരുണ് പറയുന്നുണ്ട്, ഞാനേ ഇപ്പം നിൻ്റെ ഭർത്താവല്ലേ, അതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ വരിക തന്നെ ചെയ്യും, നീ വാശിയൊന്നും കാണിക്കാൻ നിൽക്കണ്ട, ഞാനും കൂടി പോയിക്കോളാം, അവർക്കൊരു സമാധാനം ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രാധികയുടെ കൂടെ അങ്ങ് പോവുകയാണ്. അപ്പോൾ രാധിക ഇങ്ങനെ ഫോണിൽ നോക്കി ലൊക്കേഷനൊക്കെ ഇങ്ങനെ വരുന്നതിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അയാൾ അയച്ചു തന്ന ഒരു ലൊക്കേഷനിലുള്ള ഒരു ഏരിയയിലേക്ക് അങ്ങ് എത്തുകയാണ്. അപ്പോൾ ഒഴിഞ്ഞിരിക്കുന്നൊരു മൈതാനം. അപ്പോൾ ഇവിടെ അവർ അങ്ങ് എത്തിയ സമയത്ത് ചുറ്റും അങ്ങ് നോക്കുന്നുണ്ട്. അപ്പോൾ ആ മൈതാനത്തിൽ ആകെ ഒരു കാർ അങ്ങനെ ഒരു സൈഡിൽ നിർത്തിയിട്ടുണ്ട്. അതിലാണെങ്കിൽ ആ ചന്ദ്രശേഖരനും സേറയാണ്, പക്ഷേ അതൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. അവർ ചുറ്റും നോക്കുന്ന സമയത്ത് അവിടെ ആരെയും കാണുന്നില്ല. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഈ വരുന്ന രാധികനോട് പറയുന്നുണ്ട്, അല്ല ഇവിടെ ഇപ്പോൾ ആരും കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഇവർ ചുറ്റും നോക്കിയ സമയത്ത് കുറച്ച് നേരം അങ്ങ് വെയിറ്റ് ചെയ്തെന്നൊക്കെ ഉണ്ട്, പക്ഷെ ആരെയും കാണാത്തത് കൊണ്ട് ഈ രാധിക പറയുന്നുണ്ട്, എന്തായാലും വാ നമുക്ക് തിരിച്ചു പോകാം എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയത്തുണ്ടാകും ആ ഗുണ്ട ഇവരുടെ മുന്നിൽ അങ്ങ് നിൽക്കുന്നുണ്ടാകും. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ കാര്യം മനസ്സിലാവണേ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഈ ഗുണ്ടയുടെ കൂടെ ഒരുപാട് ടീം ഇവരെ ചുറ്റും അങ്ങ് വളയാണ്. അപ്പോൾ ഈ സമയത്ത് ഈ വരുന്ന രാധികക്കും ഇതൊരു ലോക്കായിരുന്നു, ഇതൊരു ട്രാപ്പായിരുന്നു എന്നുള്ള കാര്യം അങ്ങ് മനസ്സിലാവുകയാണ്. അപ്പോൾ ഇവരെ അങ്ങ് ഫൈറ്റ് ചെയ്യാണ് അവർക്കെതിരെ. ഈ രാധിക ഈ വരുന്ന കൂടിയിട്ട് ഈ ഗുണ്ടകളെ അങ്ങ് അടിച്ചങ്ങ് തകർക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്നൊക്കെ ഇങ്ങനെ ഈ സേറയും ചന്ദ്രശേഖരനും പറയുന്നുണ്ട്, ഇതിനി അവരുടെ അവസാനത്തെ ദിവസമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. മാത്രമല്ല നമ്മൾ ആഗ്രഹിച്ചത് ആ രാധികനെ ഒറ്റയ്ക്ക് തീർക്കണമെന്നല്ലായിരുന്നോ, പക്ഷേ ഇപ്പോൾ കൂടെ ബോണസായിട്ട് ആ വരുണും കൂടെ ഉണ്ട്, അതുകൊണ്ട് രണ്ടുപേരെ ഇവിടെ തന്നെ അങ്ങ് തീർത്തോളൂ അവർ, അത് കണ്ട് ഇനി എന്തായാലും പേടിക്കാനില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ ആ കാഴ്ചയും കണ്ട് അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഇവർ രണ്ടുപേരും തല്ല് കൂടുന്ന സമയത്ത് ഈ ഗുണ്ടകളെ ഈ വരുണും രാധിക ഇട്ട് എല്ലാവരെയും അങ്ങ് നിരത്തി അങ്ങ്
ആട്ടി ഓടിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇവർക്ക് പണി പാളി എന്നുള്ള കാര്യം അങ്ങ് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇവരെ എല്ലാവരെയും തല്ലി അങ്ങ് ഓടിക്കുന്ന സമയത്ത് ഇവർ പെട്ടെന്ന് അങ്ങ് സ്കൂട്ടി എടുത്ത് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ സാറ് പറയുന്നുണ്ട്, അയ്യോ അവരെല്ലാവരും അങ്ങ് ഇയാൾ അങ്ങ് തകർത്ത് കളഞ്ഞല്ലോ. അപ്പോൾ ഇവർ നിസ്സാരക്കാരല്ല, സാധാരണക്കാരെ കൊണ്ട് ഇനി ഇവർക്കെതിരെ അങ്ങ് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. സ്ട്രോങ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഇറക്കേണ്ടി വരും ഈ വരുണിനെയും രാധികനെയും തീർക്കണമെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്, അല്ല ഇതെന്താ പെട്ടെന്ന് ഇവർ രണ്ടുപേരും ഇവിടുന്ന് അങ്ങ് സ്ഥലം കാലിയാക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണം. കാരണം വരുണും രാധികയും അപ്പോൾ തന്നെ വണ്ടി എടുത്ത് അങ്ങ് പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ഇപ്പോൾ അവർ അടിച്ച് ഓടിച്ച് ആ ഗുണ്ടകളുടെ ടീം ഇനിയും വരും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അവർ വേണമെങ്കിൽ ഇവിടുന്ന് അങ്ങ് സ്ഥലം കാലിയാക്കുന്നത് എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ കൂടെ തന്നെ ഈ സാറിനോട് അങ്ങ് പറയുന്നുണ്ട്, എന്തായാലും കാര്യം അവർക്ക് നമ്മളാണ് ഇതിന് പിറകിൽ എന്ന് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടുന്ന് പോകാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോകുന്നതിൻ്റെ ഇടയിൽ അവരുടെ വണ്ടിയുടെ മുന്നിൽ ഇതാ റോഡിന് ക്രോസ് ആയിട്ട് നമ്മുടെ വരുണിൻ്റെ രാധികയുടെ സ്കൂട്ടി അങ്ങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ഹോൺ അടിക്കുന്നുണ്ട്, ആരാ ഇവിടെ ഈ വണ്ടി കൊണ്ടുവന്ന് വെച്ചത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ചന്ദ്രശേഖരൻ ഓൺ അടിക്കുന്നുണ്ടെങ്കിൽ ആരും അങ്ങ് വരുന്നില്ല. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ കാറിൽ നിന്ന് അങ്ങ് ഇറങ്ങിയിട്ട് ഞാൻ ആ വണ്ടി അങ്ങ് മാറ്റട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വണ്ടി മാറ്റാൻ നോക്കുന്ന സമയത്തുണ്ടാവും ഇയാളുടെ കാറിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഹോൺ അടിക്കുന്ന ശബ്ദം. അപ്പോൾ ഇയാളങ്ങ് തിരിച്ച് നോക്കുന്ന സമയത്തുണ്ടാകും അയാളുടെ കാറിൻ്റെ അടുത്ത് നമ്മുടെ വരുണിൻ്റെ രാധിക അങ്ങനെ നിൽക്കുന്നുണ്ട്. അവിടെയാണ് എപ്പിസോഡ് എന്തായാലും അവസാനിക്കുന്നത്. അപ്പോൾ ഇവർക്കുള്ള പണി എന്തായാലും അവർ കൊടുക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഇനി നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ പ്രിയങ്കയും മുത്തശ്ശിയുടെ ആ സിനിമ അങ്ങ് റിലീസ് ചെയ്യുന്ന ടൈമായിട്ടുണ്ട്. അവരുടെ സിനിമ അങ്ങ് പൂർത്തിയായിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഈ പ്രിയങ്ക ഇങ്ങനെ മറ്റുള്ള അവരുടെ ആ വർക്കേഴ്സിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, അല്ല ഇവിടെ ചിലർക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നല്ലോ സിനിമ പൂർത്തിയാവില്ല എന്ന്, ഇപ്പം എന്തായി സിനിമ പൂർത്തിയായില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ സിനിമ ഷൂട്ടിങ്ങൊക്കെ അങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ എന്താ സംഭവിക്കുക എന്നൊന്നും അറിയില്ല. എന്തായാലും ഇനി ആറ്റുവാശ്ശേരിയിൽ നമ്മുടെ ജയഭാരതി മുത്തശ്ശിനോട് ഈ വരുന്ന രാധികയും ഫുൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വരുണിങ്ങനെ പറയുന്നുണ്ട്, നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ട് കഴുത്ത് ഞെരിച്ച് നമ്മളെ കഴുത്തിൻ്റെ അടുത്തങ്ങ് കാല് വെക്കുന്ന സമയത്ത് നമ്മൾ ശ്വാസത്തിന് വേണ്ടിയിട്ടല്ലേ ഇരിക്കും ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുന്നത്, അല്ലാതെ നമ്മുടെ കൊല്ലുന്നത് അത് ചെറിയച്ഛനാണോ മറ്റാരെങ്കിലും ആണോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ നമ്മുടെ ജയഭാരതി മുത്തശ്ശി വരുണിനോട് പറയുന്നുണ്ട്, ഇത്രയും ക്രൂരത കാണിക്കുകയാണെങ്കിൽ ഇനി അവന് നമ്മളോട് എന്തെങ്കിലും ക്രൂരത കാണിച്ചാൽ ഇനി അവനെ ബാക്കി വെക്കണ്ട, അവൻ ഇനി കൊല്ലണം എന്നുള്ള കാര്യമൊക്കെ എന്തായാലും ജയഭാരതി മുത്തശ്ശി അങ്ങനെ പറയുന്നതൊക്കെ ഷോക്കായിട്ട് നിന്ന് കേൾക്കുകയാണ് എന്തായാലും വരുണ്. അത് നമ്മുടെ മുത്തശ്ശിയാണ് സ്വന്തം മകനെയാണ് പറയുന്നതെന്നൊന്നുമില്ല, ഇവനെ അങ്ങ് കൊല്ലണം എന്നുള്ള കാര്യം അങ്ങ് പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, നാളെ കാണാം. ബൈ ഓൾ.